യുദ്ധമേഖലയിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ധന പ്രതിസന്ധിയുടെ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി. പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചു. അന്തരിച്ച KP ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിച്ച് ലോക്സഭ. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം സഭ പരിഗണിക്കും. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടിഞ്ഞ് ഇന്ത്യൻ വിപണി. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്. നിഫ്റ്റി ബ്രേക്കിംഗ് പോയിന്റായ 24,000-ന് താഴെ. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 46 പൈസ കുറഞ്ഞ് സർവ്വകാല തകർച്ചയിൽ. സ്വർണ്ണവില പവന് 1,440 രൂപ കുറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. സൗദിയിൽ ഷെയ്ബ ഓയിൽ ഫീൽഡിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം തടഞ്ഞ് സൗദി പ്രതിരോധ സേന. ബെർലിലെ സിത്രയിൽ ഇറാൻ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റവരിൽ കുട്ടികളും. മുജ്തബ ഖമേനിക്ക് പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച് ഇറാൻ പണ്ഡിത സഭ. അംഗീകരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 10ാം ദിവസവും കനത്ത ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. നാട്ടിക പേയ്മെന്റ് സീറ്റെന്ന് CC മുകുന്ദൻ. CPI വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം. മുകുന്ദനുമായി ചർച്ച നടത്തി മുന്നണികൾ. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാ ഗോപി. മുകുന്ദനെ ഫോണിൽ വിളിച്ച വാർത്ത തള്ളാതെ KC വേണുഗോപാൽ. മുകുന്ദനെ ശത്രുവായി കാണില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് BJP നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരണം 4. ഉഴമരയ്ക്കൽ സ്വദേശികളായ ശ്രീലായ്, ബിനോയ്, രാജേഷ് എന്നിവർക്ക് പിന്നാലെ ചികിത്സയിലിരുന്ന അഭിനവും മരിച്ചു. അമിത വേഗത അപകട കാരണം. T20 ലോകകപ്പിൽ മുത്തമിട്ട ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹം. കിരീട നേട്ടത്തിൽ നെടുംതൂണായ സഞ്ജുവിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ. ഔദ്യോഗിക സ്വീകരണം നൽകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ടീം ഇന്ത്യയ്ക്ക് രാജ്യസഭയുടെ അഭിനന്ദനം.